ശ്രീ ഷാജി രാഘവനിലേക്കാണ്. ശ്രീ ഷാജി രാഘവൻ, ഈ പരിപാടിയെക്കുറിച്ച് കേട്ടിരുന്നോ? സ്മൃതി, കേട്ടിരുന്നു. ഈ പരിപാടി സർക്കാർ പരിപാടിയാണെന്നാണ്, പാർട്ടി പരിപാടി എന്താണ് BJPയുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? അല്ല, ഇത് CPM വളർത്താൻ, കണ്ണൂരിലും കേരളത്തിലും CPM വളർത്താൻ CPMൻ്റെ ആൾക്കാരുണ്ടാക്കിയ CPMൻ്റെ 2 സംഘടനകൾ. അതിനകത്ത് LDFിലെ മറ്റ് ഘടകകക്ഷികൾക്ക് പോലും ഒരു റോളും ഇല്ലാത്തൊരു രണ്ട് സംഘടനയാണിത്. ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് പാവപ്പെട്ടവൻ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ആ സംഘടനയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഈ വലിയ മാമാങ്കം സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇത് തികച്ചും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും CPM അധികാരത്തിൽ വരുമ്പം അധികാര ദുർവിനിയോഗം അവരുടെ ഒരു കൂടപ്പറപ്പ് തന്നെയാണ്. ശരിക്കും ഇത് അതിൻ്റെ ഒരു നഗ്നമായ ഉദാഹരണമാണിപ്പം കണ്ണൂർ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നടക്കാൻ പോകുന്ന ഈ കോൺഗ്രസ്, അല്ലെങ്കിൽ ഈ പഠന കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം, ഇവർ പറഞ്ഞിരിക്കുന്ന മുദ്രാവാക്യം തന്നെ ഡീസെൻട്രലൈസേഷന്, ഈ നമ്മുടെ ലോക്കൽ ബോഡികളിലെ, അതാണല്ലോ അവരുടെ പഠന വിഷയം തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഉയർത്തുന്ന സബ്ജക്റ്റ് അതാണ്. ഇപ്പം നിലവിൽ നമ്മുടെ കേരളത്തിലിരിക്കുന്ന ത്രിതല പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തിൻ്റെ കാലാവധി അതിൻ്റെ ഫാഗ് എൻഡിലാണ്. ഏതാണ്ട് ഒരു 6, 7, 8 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്? അപ്പം അവർ പറയുന്ന, അടിസ്ഥാനപരമായി അവർ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ പോലും സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതല്ല. ഒരു പുതിയ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ നാട്ടിലെ ഏത് NGOയ്ക്കും ഈ തരത്തിലുള്ള പരിപാടികൾ നടത്താം. വേണേൽ അതിന് മുമ്പ് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു NGO, പ്രത്യേകിച്ച് CPM വളർത്താൻ വേണ്ടി CPM ഉണ്ടാക്കിയ രണ്ട് സംഘടനകൾ, കണ്ണൂരിൽ പാർട്ടിയെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ 2 സംഘടനകൾ, കണ്ണൂരിൽ CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തെ കൃത്യമായി അതിനുവേണ്ടി PR വർക്ക് ചെയ്തുകൊണ്ട് ജനമധ്യത്തിൽ അതിനെ ജനകീയവൽക്കരിക്കുന്നതിനും അതിനെ കൃത്യമായി അവതരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് CPM ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. 2 സംഘടനകളാണ്. അല്ലാതെ അവരുടെ ഈ പഠന കോൺഗ്രസിൻ്റെ സബ്ജക്റ്റും അവരതിനെടുത്തിരിക്കുന്ന സമയമൊക്കെ നമുക്ക് നോക്കി അറിയാം. അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. മറിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വലിയ ഫണ്ട് സമാഹരണം സാധിക്കണം. ഇവിടെ പാവപ്പെട്ടവൻ്റെ ടാക്സ്, നികുതി, ആ നികുതി പണം പോലും കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണിത്. അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളും, അത് മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും, ഇവരൊക്കെ തന്നെ 50,000 രൂപ വെച്ച് ഈ പരിപാടിക്ക് കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഓർഡർ ഇറക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളം എവിടെ എത്തി നിൽക്കുന്നു. ഇത്രയും ഇതിനകത്ത് CPIക്ക് പോലും ഇതിനോട് ബോധ്യമുണ്ടോ, CPIക്ക് ഇതിനോട് യോജിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല. അല്ല, പരിപാടിയുടെ വിഷയം എന്നുള്ളത് അധികാര വികേന്ദ്രീകരണവും തദ്ദേശ ഭരണവും എന്നതാണ് വിഷയം. അതിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഇതാണ് സർക്കാർ പറയുന്ന, അല്ലെങ്കിൽ CPM ഇപ്പോൾ ഇതിൽ വിശദീകരിക്കുന്ന ഒരു കാര്യം. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ വിഷയങ്ങളൊക്കെ നല്ല വിഷയമാണ്. അത് ഗവൺമെൻറ് നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ലല്ലോ, ഇത് ഗവൺമെൻറ് സ്പോൺസേർഡ് പ്രോഗ്രാമും അല്ലല്ലോ. ഇത് വളരെ കൃത്യമായി CPM സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. CPMന് സംഘടനയെ വളർത്താൻ, പാർട്ടിയെ വളർത്താൻ അവരുണ്ടാക്കിയ ഒരു സംഘടന. അവർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്കറിയാം, ഈ കേരളത്തിൻ്റെ നിയമസഭ, നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാറായി, അടുത്തു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടി സഖാക്കന്മാർക്കും പാർട്ടിക്കും പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതിനു മുമ്പ് ഈ തരത്തിലുള്ള എത്രയോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ CPM നഗ്നമായ ഈ നിയമലംഘനം നടത്തുമ്പോൾ ഇവിടെ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം, ഈ തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ തരത്തിലുള്ള 2 NGO ആണോ അതിൻ്റെ ബയലയെ പറ്റി എനിക്ക് വലിയ ബോധ്യമില്ല. എന്തായാലും അതൊരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ല. ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സംഘടനയല്ല. പ്രത്യേകിച്ച് അവർ ഉന്നയിച്ച വിഷയം, ആ വിഷയം ചർച്ച ചെയ്ത് കേരളത്തിനൊരു പുതിയ ദിശാബോധം കൊടുക്കാൻ അർഹതപ്പെട്ടവരുമല്ല ഈ സംഘടനകൾ. ജില്ലാ പഞ്ചായത്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴൊരു പ്രശ്നം അതിൽ പറയുന്ന ഒരു കാര്യം, AKG പഠന ഗവേഷണ കേന്ദ്രവും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ആണ് ഈ പരിപാടി നടത്തുന്നതെന്നാണ് പഠന കോൺഗ്രസ്. അതെ, അല്ല, ഞാൻ ചോദിക്കുന്നത് അതിന് ഗവൺമെൻറ് എങ്ങനെ കൂട്ടി നിൽക്കാൻ പറ്റും? ഗവൺമെൻറ് എങ്ങനെ ഓർഡർ ഇറക്കാൻ പറ്റും? ഞാൻ ചോദിച്ചോട്ടെ, BJPക്ക് ഇവിടെ ധാരാളം NGOs ഉണ്ട്. നാളെ BJP ഈ തരത്തിലുള്ള ഒരു പ്രപ്പോസലുമായി ഗവൺമെൻറ്റിനെ സമീപിച്ചാൽ ഈ തരത്തിൽ ഫണ്ട് അനുവദിക്കുമോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് 50,000 രൂപ വെച്ച്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടന നാളെ വരുന്നു,
എല്ലാവർക്കും ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഇത് ഒരു സംഘടനകൾക്ക് മാത്രം സാധിക്കുന്നതല്ലല്ലോ. എങ്ങനെ ഗവൺമെൻറ് പാവപ്പെട്ടവൻ്റെ കരം അടച്ച പണമല്ലേ ഇത്? കരമല്ലേ? പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും കൊടുക്കണമെന്ന് പറയുമ്പോൾ റോഡ് പണിയാൻ പോലും നമ്മൾ മനസ്സിലാക്കണം, ഈ നടപ്പ് സാമ്പത്തിക വർഷം പോലും നമ്മുടെ കാർഷിക മേഖലയിൽ 50% തുക അനുവദിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റിൽ, അതിന് മുമ്പത്തെ ബഡ്ജറ്റിൽ ആ തുക പോലും വെട്ടിക്കുറച്ച ഗവൺമെൻറ്റാണ്. നാട്ടിൽ പഞ്ചായത്തുകളിൽ പഞ്ചായത്തിന് തനത് ഫണ്ട് പാലം പണിയാനും റോഡ് പണിയാനും പണമില്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തിലാണ്. ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിന്നെ ഏറ്റവും കുറഞ്ഞത് മുഖ്യമന്ത്രി നയിച്ച ഒരു നവകേരള യാത്രയാണെന്നെങ്കിലും പറയാം. അതിൻ്റെ നമ്മൾ കേരളവും നമ്മളൊക്കെ ധാരാളം ആ വിഷയം ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ ഒരു എന്താ പറയുക, അവർ ഉയർത്തിയ മുദ്രാവാക്യം പോലും, അതിനെടുത്ത സമയം പോലും, ഒരു കാലാവധി തീരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തുകളിൽ അവരുടെ പഞ്ചായത്ത് അവരെയും വിളിച്ച് ഉദ്ബോധിപ്പിക്കുന്ന, അവരെ ബോധവൽക്കരണം നടത്തുന്ന അതിനു വേണ്ടി പഞ്ചായത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് 70 അവർക്ക് പണം കൊടുക്കാൻ, അവർക്ക് പണം ഈ പറഞ്ഞ 2 സംഘടനകൾക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല സ്മൃതി, ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 500 രൂപ വെച്ച് രജിസ്ട്രേഷൻ ഫീസുണ്ട്. അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കണം, നവകേരള യാത്ര കേരളത്തിൽ നടക്കുന്ന സമയത്ത് ഇതേപോലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും 50,000 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിനും പുറമേ നമുക്കറിയാം സഖാക്കന്മാർ കേരളത്തിൽ നടത്തിയ പിരിവ്. ഈ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ നമ്മൾ കേരളം ചർച്ച ചെയ്തൊരു തട്ടിപ്പുണ്ടായിരുന്നല്ലോ, പാതിവില തട്ടിപ്പ്. ആ തട്ടിപ്പിലെ 1-ാം പ്രതി പോലും പറഞ്ഞു നവകേരള യാത്രയ്ക്ക് ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയോടൊപ്പം ആഹാരം കഴിക്കുന്ന പടമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും സഖാക്കന്മാർ അതിനെപ്പറ്റി പറഞ്ഞത് പാർട്ടിക്ക് അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല, ആരോ പിരിവ് മേടിച്ചു എന്നാണ്. ഈ ആരോ പിരിവ് മേടിക്കാനുള്ള സംവിധാനമാണ് ഗവൺമെൻറ്, സഖാക്കന്മാർക്ക് പിരിക്കാനുള്ളൊരു അവസരമാണ് ഇതുണ്ടാക്കി കൊടുക്കുന്നത്. അതല്ലാതെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പഠന കോൺഗ്രസ് നടത്തിക്കൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പുതിയ ആശയമോ ഉയർത്തിക്കൊണ്ടുവരാനാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ന് അവർ പറയുന്നു, മറ്റ് തമിഴ്നാട്ടിൽ നിന്ന് പി ജയരാജൻ പറയുന്നുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വിദഗ്ധർ വരുന്നുണ്ട്, കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് കണ്ണൂർ ജില്ലയിലെ പോലും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെയോ BJPയുടെയോ ജനപ്രതിനിധികളെ ഇന്ന് ക്ഷണിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.